നമ്മുടെ ശ്രീകുട്ടന്റെ കല്യാണ വീഡിയോ അല്ലേ കണ്ടുള്ളൂ. ഇനി ഞങ്ങള് റിസപ്ഷന് പോയി അടിച്ചു പൊളിച്ചത് കാണണ്ടേ? അപ്പൊ ഇന്ന് റിസപ്ഷന്റെ വീഡിയോ ആണ് കേട്ടാ. ഇതെന്താ ഫാഷൻ ഷോയോ ഒന്ന് ചിന്തിക്കേണ്ട. റിസപ്ഷന്റെ തലേ ദിവസം എന്റെ ചങ്ക് റൈസ പറഞ്ഞിട്ട് അവൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാച്ചിങ് ഇയറിംഗ്സ് ഒക്കെ ഇട്ട് ആ ഡ്രസ്സ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയതാണ് കേട്ടാ. അങ്ങനെ അവൾക്ക് അയച്ചു കൊടുത്ത് അപ്രൂവൽ കിട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് റെഡി ആയിട്ട് പാർട്ടിക്ക് പോയാലോ. എന്റെയും ജാനുവിന്റെയും ഈ പാർട്ടി വെയർ ഡ്രസ്സ് എടുത്തത് എറണാകുളം ജയലക്ഷ്മി നിന്നാണ് കേട്ടാ. വെഡിങ് പർച്ചേസിന്റെ ലോങ് വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നമുക്കിനി വേഗം കോട്ടയിലേക്ക് പോവാം. എല്ലാവരും കൂടി ഒറ്റ വണ്ടിയിലാണ് നമ്മൾ കോട്ടയത്തേക്ക് പോണേട്ടാ. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും വണ്ടിയിൽ കയറ്റി ഒച്ചയും ബഹളവും ഡാൻസും പാട്ടും ചിരിയും കളിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ അതാ പോവുകയാണ് മക്കളെ. അങ്ങനെ ആദ്യം നമ്മുടെ അമ്മിണിക്കുട്ടിയുടെ വീട്ടിലൊക്കെ കയറി കഴിഞ്ഞ് നമ്മൾ അതാ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും. അങ്ങനെ പതിവ് തെറ്റിക്കാതെ അവിടെ ചെന്ന് കയറിയതും ചെക്കന്റെയും പെണ്ണിന്റെയും ഫോട്ടോഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. രണ്ടുപേരും ബ്ലാക്ക് ആൻഡ് ബ്ലാക്കില് ഭയങ്കര രസമായിട്ടുണ്ടല്ലേ. ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുണ്ട് അല്ലെ. പിന്നെ എന്റെ വീഡിയോഗ്രാഫറെ കുറിച്ച് പ്രത്യേകം പറയണല്ലോ. എന്റെ മോൻ നമശിവാണ് കേട്ടോ എനിക്ക് ഈ വീഡിയോസ് എല്ലാം എടുത്തു തന്നോണ്ടിരിക്കണേ. പിന്നെ സ്പെഷ്യൽ താങ്ക്സ് സന്ധിച്ചിട്ടേക്കും ഉണ്ട്. പാവം സന്ധിച്ചിട്ടേക്ക് അധികം വീഡിയോ എടുക്കാനൊന്നും അറിയില്ലെങ്കിലും ഞാൻ എടുത്തു തരാ ഹരിമോനെന്നും പറഞ്ഞ് ഞങ്ങൾ സ്റ്റേജിൽ കയറിയപ്പോ ആളായിരുന്നു കേട്ടാ എടുത്തോണ്ടിരുന്നത് വീഡിയോസ്. അങ്ങനെ സ്റ്റേജിലെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം തീർന്നു. അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബ് ലോങ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ. അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ സെൽഫി എടുത്തോണ്ടിരിക്കുകയാണ് ഞാനും അമ്മൂട്ടിയും പ്രശാന്തായിരുന്നു. ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് പിന്നെ ഇതിപ്പോഴാണ് ജാനുവിനൊക്കെ ഒന്ന് കാണാൻ കിട്ടണേ. ജാനുവും മീനുക്കുട്ടിയും നമശിവും കേശുക്കുട്ടനും അങ്ങനെ കുറെ കുട്ടികൾ കൂടിയിട്ട് ഭയങ്കര കളിയായിരുന്നു കേട്ടോ അവിടെ. ഇനിയാണ് മക്കളെ നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കടക്കണേ. അത് തന്നെ അടിച്ചു പൊളി പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ അങ്ങോട്ട് ആർമാദിക്കുകയാണ്. കൂടെ വിജയമാമനുണ്ട് കേട്ടോ ഇത്തവണ. നമ്മുടെ ഫാമിലിയിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും പാട്ടൊരു ഹരായതുകൊണ്ട് തന്നെ വലിപ്പ ചെറുപ്പമില്ലാതെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് ഏറ്റുമുട്ടിയിട്ടാ. ഞങ്ങളൊരു 2-3 പേര് വെച്ച് അങ്ങോട്ട് തുടങ്ങി വെച്ച ഡാൻസ് പിന്നെ അങ്ങോട്ട് ആൾക്കാർ കൂടി കൂടി സ്റ്റേജിന്റെ അവിടെ നിന്ന് ചെക്കനും പെണ്ണും വരെ ഇറങ്ങി പോന്നു കൂട്ടാ. അങ്ങനെ എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് അങ്ങോട്ട് ആർമാദിച്ചു കൂട്ടാ. അങ്ങനെ 10-10:30 വരെ കളിച്ച് 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 ലാസ്റ്റ് 10 മണിക്ക് ശേഷം അധികം ഒച്ചപ്പാടും ബഹളൊന്നും പാടില്ലല്ലോ. അതുകൊണ്ട് മാത്രം ആ കലാപരിപാടി അവിടെ അവസാനിപ്പിച്ചു കൂട്ടാ. അല്ലാതെ ഞങ്ങളുടെ എനർജി തീർന്നിട്ടല്ലാട്ടാ.